നമസ്കാരം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ജനങ്ങൾ നൽകിയ തിരിച്ചടിയിൽ പ്രതിപക്ഷത്തിരിക്കുന്ന പിണറായി വിജയന്റെയും കുടുംബത്തിന്റെയും ഉറക്കം കെടുത്തുന്ന വാർത്തകളാണ് ഇപ്പോൾ കണ്ണൂരിൽ നിന്നും പുറത്തുവരുന്നത്. അഴിമതി കേസുകളിൽ ഒന്നിനു പിറകെ ഒന്നായി പൂട്ടു വീണുകൊണ്ടിരിക്കുന്ന പിണറായി വിജയന്റെ കണ്ണൂരിലെ വീട്ടിൽ ഇതാ വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അഥവാ ED ഉദ്യോഗസ്ഥർ അപ്രതീക്ഷിത മിന്നൽ പരിശോധന നടത്തിയിരിക്കുകയാണ്. പിണറായിയുടെ പണ്ഡ്യാലമുക്കിലെ വീട്ടിലാണ് കഴിഞ്ഞ ദിവസം രാവിലെ 11 മണിയോടെ ED സംഘം ഇരച്ചെത്തിയത്. ഇത്തവണ കൃത്യമായ ഹോംവർക്കുകൾ നടത്തി പ്രാദേശിക റവന്യൂ ഉദ്യോഗസ്ഥരെയും കൂട്ടിയാണ് ED എത്തിയത്. പരിശോധനയ്ക്ക് മുന്നോടിയായി പാതിരിയാട് വില്ലേജ് ഓഫീസിൽ നിന്നും ED സംഘം പിണറായി വിജയന്റെ സ്വത്തുക്കളെ സംബന്ധിച്ച നിർണായക വിവരങ്ങൾ തേടിയിരുന്നു. തുടർന്ന് ഈ വില്ലേജ് ഓഫീസറെയും ഒപ്പം കൂട്ടിയാണ് ED ഉദ്യോഗസ്ഥർ പിണറായിയുടെ പണ്ഡ്യാലമുക്കിലെ വീട്ടിലേക്ക് എത്തുന്നത്. തുടർന്ന് ഈ വില്ലേജ് ഓഫീസറെയും ഒപ്പം കൂട്ടിയാണ് ED ഉദ്യോഗസ്ഥർ പിണറായിയുടെ പാട്യാലമുക്കിലെ വീട്ടിലേക്ക് എത്തുന്നത്. വീടിന് അകത്ത് കയറാതെ പുറത്തു നിന്നുകൊണ്ടായിരുന്നു EDയുടെ ഈ തന്ത്രപരമായ പരിശോധന മുഴുവൻ നടന്നത്. പിണറായി വിജയന്റെ ഈ ആഡംബര വീടിന്റെ സ്കെച്ച് പ്ലാൻ സംബന്ധിച്ച വിവരങ്ങളാണ് ED പ്രധാനമായും അന്വേഷിച്ചത്. പരിശോധന കഴിഞ്ഞിട്ടും ED സംഘം ഇപ്പോഴും കണ്ണൂരിൽ തന്നെ തുടരുന്നുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. 2 ഉന്നതരായ ED ഉദ്യോഗസ്ഥരാണ് പാതിരിയാട് വില്ലേജ് ഓഫീസറെയും കൂട്ടി പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിൽ പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത്. പിണറായി വിജയന്റെ വീടിന് മുന്നിലുള്ള സ്ഥലത്തിന്റെ സകല കോണുകളിൽ നിന്നുമുള്ള ഫോട്ടോകൾ ഡിജിറ്റലായി പകർത്തിയ ശേഷമാണ് സംഘം അവിടെ നിന്നും മടങ്ങിയത്. CMRL എക്സാലോജിക് വിവാദ കരിമണൽ കൊള്ളയിലെ പ്രധാന പ്രതിയായ പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിലേക്കാണ് ED അടുത്തതായി എത്തുന്നത്. എടക്കടവിലുള്ള വീണയുടെ ഈ വൻ ഭൂമിയുടെ അതിരുകളും കൃത്യമായ ചിത്രങ്ങളും പകർത്തി വില്ലേജ് ഓഫീസറുടെ പക്കൽ നിന്നുള്ള രേഖകളുമായി ഒത്തുനോക്കിയ ശേഷമാണ് ED സംഘം അവിടെ നിന്നും മടങ്ങിയത്. CMRL കേസിൽ മാസപ്പടി വാങ്ങിയ അഴിമതി പണം ഉപയോഗിച്ചാണോ കണ്ണൂരിൽ ഈ സ്വത്തുക്കളെല്ലാം വാങ്ങിക്കൂട്ടിയത് എന്ന കാര്യത്തിലാണ് ED ഇപ്പോൾ കൃത്യമായ അന്വേഷണം നടത്തുന്നത്. എന്തിനാണ് ഈ മിന്നൽ പരിശോധന നടത്തിയത് എന്ന് സംബന്ധിച്ച് ഔദ്യോഗിക വിശദീകരണം ED ഇതുവരെ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും കളി കാര്യമായിട്ടാണെന്നുള്ളത് വ്യക്തമാണ്. ഇനി ഇതിലെ ഏറ്റവും വലിയ തമാശ എന്താണെന്ന് വെച്ചാൽ, സാധാരണ കേന്ദ്ര ഏജൻസികൾ വരുമ്പോൾ അണികളെ ഇളക്കിവിട്ട് വഴിയിൽ തടയാനും ഗുണ്ടായിസം കാണിക്കാനും നോക്കുന്ന CPM നേതൃത്വം ഇത്തവണ ED വില്ലേജ് ഓഫീസറെയും കൂട്ടിവന്ന് ഫോട്ടോ എടുത്ത് മടങ്ങിയിട്ടും ഒരക്ഷരം പോലും മിണ്ടാൻ കഴിയാതെ ഇരിക്കുകയാണ്. കാരണം കൃത്യമായ ഡിജിറ്റൽ തെളിവുകളുടെയും റവന്യൂ രേഖകളുടെയും അടിസ്ഥാനത്തിലാണ് EDയുടെ നീക്കങ്ങൾ മുഴുവനും. വീടിന്റെ സ്കെച്ച് പ്ലാനും മകളുടെ പേരിലുള്ള ഭൂമിയുടെ രേഖകളും പരിശോധിക്കുന്നത് പിണറായി കുടുംബത്തിന്റെ അനധികൃത സ്വത്തുക്കൾ വരും ദിവസങ്ങളിൽ കണ്ടുകെട്ടുന്നതിന്റെ ഭാഗമായിട്ടാണെന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. കരിമണൽ കമ്പനിയിൽ നിന്ന് യാതൊരു സേവനവും നൽകാതെ മാസപ്പടിയായി കോടികൾ വാങ്ങിയ കേസിൽ വീണ വിജയനെ ED ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നതിനിടയിലാണ് കണ്ണൂരിലെ ഈ മിന്നൽ നീക്കം. പാവപ്പെട്ട തൊഴിലാളികളുടെ പേരും പറഞ്ഞ് വോട്ട് വാങ്ങി ഭരണം നടത്തി ഒടുവിൽ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ സ്വന്തം കുടുംബത്തിന്റെയും മക്കളുടെയും പേരിൽ സമ്പാദിച്ചു കൂട്ടിയ പിണറായി വിജയന്റെ കപടമുഖമാണ് ഇവിടെ പൂർണ്ണമായും അഴിഞ്ഞു വീഴുന്നത്. അഴിമതിയുടെ ഒറിജിനൽ സ്രോതസ് തേടി ED കണ്ണൂരിൽ തന്നെ തമ്പടിച്ചിരിക്കുന്നത് പാർട്ടിയുടെ ഉന്നത നേതാക്കളുടെ നെഞ്ചിടിപ്പ് ഇരട്ടിയാക്കിയിരിക്കുകയാണ്. ചുരുക്കത്തിൽ കണ്ണൂരിലെ CPM കോട്ടകളിൽ കയറി പിണറായി വിജയന്റെയും മകളുടെയും സ്വത്തുക്കളുടെ വിവരങ്ങൾ ED ശേഖരിക്കുന്നത് കേരള രാഷ്ട്രീയത്തിൽ വരാൻ പോകുന്ന വലിയൊരു കൊടുങ്കാറ്റിന്റെ സൂചനയാണ്. നിയമത്തിന് മുന്നിൽ ആരും വലിയവരല്ലെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കപ്പെടാൻ പോവുകയാണ്. ഭരണത്തിന്റെ മറവിൽ കോടികൾ കൊള്ളയടിച്ച എത്ര വലിയ ആളായാലും അവരെയെല്ലാം നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് അർഹമായ ശിക്ഷ ഉറപ്പാക്കാൻ കേന്ദ്ര ഏജൻസികൾക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ടെന്ന് ഓർക്കുന്നത് നന്നായിരിക്കും.